Hello guys, welcome back to Shahidi Scent Reviews. So today I'm going to talk about Alpha from Escalo. ഇത് ഞാൻ ഇപ്പം തന്നെ ചെയ്യാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറേ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ കളക്ഷനിലുണ്ട്. പക്ഷേ ഇത് ഒരു ബേസ്ഡ് മോഡായിട്ടാണ്. ഞാൻ ഏകദേശം ഉപയോഗിച്ചിട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇത് എസ്കാലോൻ്റെ അൽഫ് യോയി ബ്രാൻഡാണ്, എമിറാത്തി ബ്രാൻഡാണ്. പക്ഷേ സെല് ചെയ്യുന്നതൊക്കെ നമ്മുടെ മലയാളീസ് ടീമാണ്. എനിക്ക് ഈ അടുത്തായിട്ട് എൻ്റെ കയ്യിൽ പെർഫ്യൂം വന്ന് ഉപയോഗിച്ചത് മുതൽ എനിക്ക് അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റത്തിൽപ്പെട്ടൊരു സാധനമാണ് എസ്കാലോൻ്റെ അൽഫ്. ഇത് ഊത് ബേസ്ഡാണ്, ലൈറ്റ് ഫ്രാഗ്രൻസ് അല്ല. മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളവർ, ഫ്രഷ് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇത് ഞാൻ ട്രൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് അവർക്ക് ചിലപ്പോൾ സ്മെല്ല് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ നിങ്ങളൊരു ഊത്, അതുപോലെ ലെതർ, ഒരു വെറൈറ്റി സ്മെല്ല്, അറബിക് സ്മെല്ല്, നീഷ് ടൈപ്പ് സ്ട്രോങ് ആയിട്ടുള്ള സ്പൈസി അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സാധനമാണ്. ഒരു സെൻറ്റ് പ്രൊഫൈലാണ് വരുന്നത് എസ്കാലോൻ്റെ അൽഫ്. ഇതിന് നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഊത് വരുന്നുണ്ട്. ഊത്, സാഫ്രോണ്, മെറ്റലിക് നോട്ട്, ആംബറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് അൽഫ് ഫ്രം എസ്കാലോ. ആറ്റമൈസർ ഞാൻ അത് കാണിച്ചു തരാം. എക്സ്ട്രാ ഡി പെർഫ്യൂമാണ്, 40% കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആയിസ് ആറ്റമൈസർ ആട്ടോ. ഓക്കെ ഇതിൽ എനിക്ക് കിട്ടിയ ഫീലിങ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിച്ച് ആയിട്ടുള്ള ഊതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. നല്ല റിച്ച് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലാണ് വരുന്നത്. ഇത് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് തന്നെ മാഷാ അല്ലാ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും നല്ല രൂപത്തിലാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തത്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരത് വാങ്ങരുത്, ഇന്ന ആൾക്കാരതാണ്, ഇന്നതാണ്, മൈഗ്രൈൻ ഇഷ്യൂള്ളവർ വാങ്ങരുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ പേര് വാങ്ങി നല്ല നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുണ്ട്. ആ വാങ്ങിയവരിൽ നിന്ന് അറബികൾ ഇതേ ഇൻസ്പയർഡ് ആയിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്കും വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കിട്ടിയതിൻ്റെ പേരിലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഇത് ഞാൻ ഇടാൻ കാരണം. പിന്നെ മാത്രമല്ല, ഇത് അത്യാവശ്യം ഞാൻ ഉപയോഗിച്ച് പഴകിയിട്ടുണ്ട്. ഇത് എനിക്ക് ഡയറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാനോ അതുപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ ഞാൻ എൻ്റെ കളക്ഷനിലുള്ള കുറേ പെർഫ്യൂം ഇപ്പോഴും ഉപയോഗിക്കാത്തതുണ്ട്. അത് ജസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി ഒരു ദിവസം ഉപയോഗിച്ച് പിറ്റേന്ന് റിവ്യൂ ഇടാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കിട്ടി നന്നായിട്ട് യൂസ് ചെയ്ത് എനിക്ക് എപ്പോഴാണത് ഓക്കെ എന്ന് തോന്നുന്നുണ്ട് ആ സമയത്തായിരിക്കും ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് അൽഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ നോട്ട്സൊക്കെ പറഞ്ഞാലും ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു നോട്ട്സ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു പുതിയ കാറിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോഴുള്ള ഒരു ലെതർ, ആ ഒരു പോളിഷ്ഡ് ടൈപ്പ് സ്മെല്ലുണ്ടല്ലോ, അതിൻ്റെ സെയിം ഫ്രാഗ്രൻസ് അല്ല ഞാൻ പറയുന്നത്. അതുപോലത്തെ ഒരു വൈബ്, അതുപോലെ പുതിയ ഷർട്ടൊക്കെ ഇട്ടാൽ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, അതിൽ നോ മോർ സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, നോ മോർ ഫ്രഷ് ഉണ്ടാവില്ല. അവിടെ ഒരുപാട് സ്വീറ്റ്നെസ്സോ ഫ്ലോറലോ സ്പൈസി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതൊരു വെറൈറ്റി, ഒരു ലെതറിൻ്റെ ഒക്കെ ടൈപ്പ്, ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് സ്മെല്ലാണ് പുതിയ ഷർട്ട് ഇടുമ്പോൾ. അതുപോലെ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ കൊടുത്തിട്ടുള്ള പുതിയ നോട്ട്, അതുപോലെ പുതിയ നോട്ട് ബുക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേപ്പറിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് സ്മെല്ല്, അങ്ങനത്തെ അതിൻ്റെ സെയിം ഫ്രാഗ്രൻസ് എന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലത്തെ ഒരു ഡയറക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് അൽഫിൻ്റെ എസ്കാലോ. അതിൽ നന്നായിട്ടുള്ളൊരു ഊതും മിക്സ് ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെൻറ്റ് മസ്റ്റാണ്. അതുപോലത്തെ യൂണീക്ക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്തായാലും ചോദിക്കും, ബ്രോ ഏത് പെർഫ്യൂമാണത്, കിട്ടുകയാണല്ലോ ഏത് പെർഫ്യൂമാണെന്ന് അങ്ങനെ ചോദിക്കും. സോറി, ഇവിടെ ലൈറ്റിൻ്റെ കമൻറ്റ് കേട്ടോ. യെസ്, നൗ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ചോദിക്കുന്നൊരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് എസ്കാലോൻ്റെ അൽഫ്. മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഈ റൂം ഡിസൈൻ ചെയ്യാൻ വന്ന എൻ്റെ ഒരു ഫ്രണ്ട്. അവനിക്ക് സാധാരണ ഫ്രഷ് ഫ്രൂട്ടി അങ്ങനത്തെ ഒക്കെ അതിൻ്റെ ഒരാളാണ്. പക്ഷെ ഞാൻ ഇത് അവന് ഈ ഇൻറ്റീരിയർ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി സീലിങ്ങിൻ്റെ പണിക്ക് വന്ന സമയത്ത് ഞാനന്ന് വെള്ളിയാഴ്ച ഇരുന്നു, ജസ്റ്റ് 2 സ്പ്രേ അടിച്ചിട്ടുള്ളൂ. എനിക്ക് ഇനി രാവിലെ എണീച്ചാലും എനിക്കൊരു സ്പ്രേ എൻ്റെ ക്ലോത്തിൽ മസ്റ്റായിട്ട് വേണം. എപ്പോഴും നല്ല സ്മെല്ല് ഇങ്ങനെ കിട്ടണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു സ്പ്രേ അടിച്ച് ഇവൻ ഈ വാതിൻ്റെ ഇവിടേക്ക് വന്നിരുന്നു. ഓൻ അവിടെ പണിയിലാണ്. ഓൻ ചോദിച്ചു എന്നോട്, ഇജ് വെള്ളിയാഴ്ചയായിട്ട് നല്ല ബഹൂർ പുകയിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബഹൂറൊന്നും പുകയിപ്പിച്ചിട്ടില്ല, സ്പ്രേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, ബഹൂറിൻ്റെ ഫീലിംഗ് ആണോ എന്ന് വെച്ചാൽ നമ്മളൊരു പെർഫ്യൂം എക്സ്പ്ലോർ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അവനക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റായിട്ട് ചോദിച്ചു, എനിക്കെന്ത് ബഹൂറിൻ്റെ ഫീൽ, ഒരു ബഹൂറിൻ്റെ ഒക്കെ ഒരു പുകയുന്ന ടൈപ്പ് ഒരു നല്ലൊരു അടിപൊളി സ്മെല്ല് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ക അറബിക്കല്ല, എന്നാലും ബഹൂറിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് പക്ക ബഹൂറിൻ്റെ ഫ്രാഗ്രൻസ് അല്ല, പക്ഷേ ഓഡിയൻസിന് അങ്ങനത്തെ ഒരു ബഹൂർ വൈബ്, ഒരു പുക, ഒരു ബേൺ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു ഊതിൻ്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, അതിനുശേഷം
ഒരു അറബി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ആ അറബി പറയുന്നത് ഈ സെയിം സാധനമാണ്. ഓക്കെ, ആ അറബിയും പറയുന്നത് ഇതിൻ്റെ സെയിം സാധനമാണ്. ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എന്താണ് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് സ്മെല്ല് കിട്ടിയപ്പോൾ നല്ല ബഹൂറിൻ്റെ സ്മെല്ല്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ബഹൂറല്ല, ഇത് ഒരു പെർഫ്യൂമാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ ഫോളോവേഴ്സ് ഇത് വാങ്ങിയിട്ട് ആളെ പേര് എനിക്കറിയില്ല, ആളിത് അടിച്ചിട്ടുണ്ടാകും. അടിച്ച് അയാളെ ക്യാമ്പിലോട്ട് ഒരു ലോക്കൽ വന്നു, എമറാത്തി വന്നു, ലേഡിയാണ് തോന്നുന്നുണ്ട്. അപ്പം ലേഡി ചോദിച്ചു ഇത് ഏതാണ്, നല്ല ബഹൂറിൻ്റെ സ്മെല്ലാണല്ലോ. അപ്പോൾ അത് ബഹൂറല്ല പെർഫ്യൂമാണെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് റിവ്യൂ ചെയ്തത് വെറുതെ നുണ പറഞ്ഞിട്ടല്ല, കണ്ടില്ല, ഇത് ഓഡിയൻസിന് ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു ഫീലിംഗ് കിട്ടിക്കൊള്ളുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ തോട്ട്, ഓരോരുത്തരുടെ മൈൻഡ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സാധനമാണ് അൽഫിൻ്റെ സ്കലോ. 140 ദിറംസ് ആണ് തോന്നുന്നുണ്ട്, 140 ദിറംസ് തന്നെയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓഫർ ഉണ്ടാവലാണ്, ബൈ 2 get 1 എന്നുള്ള ഓഫർ. പിന്നെ നമ്മൾ അവരായിട്ട് നല്ല സിങ്കാട്ടോ, നമ്മൾ വീഡിയോ ചെയ്തിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുറേ പേര് ഇത് വാങ്ങി നല്ല പോസിറ്റീവ് റെസ്പോൺസ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. അപ്പോൾ അതാണ് പറയാനുള്ളത്. ലാസ്റ്റിങ് പറയുകയാണെങ്കിൽ ചിലർ 24 hours പറയുന്നുണ്ട്. ഞാൻ എന്താ 8+ hours കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. വിൻ്ററിൽ യൂസ് ചെയ്യുക, സമ്മറിൽ യൂസ് ചെയ്യുക, നൈറ്റിൽ യൂസ് ചെയ്യുക, ഈവനിങ് യൂസ് ചെയ്യുക, പാർട്ടിയിൽ യൂസ് ചെയ്യുക. നിങ്ങളൊരു പ്രീമിയം, ഒരു റിച്ച് ആയിട്ടുള്ളൊരു മീറ്റിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇതടിച്ച് പോയിക്കോളി, സെറ്റാ. പിന്നെ നമ്മുടെ ഒരു ഫോളോവർ ഉണ്ട്, ആള് ഫുള്ള് ധനൂബ് പ്രോപ്പർട്ടി, അതിൻ്റെ ഓണറെ ഡ്രൈവറാണ് തോന്നുന്നത്. ധനൂബാണോ ഇനി എന്താ വേറെന്തോ ഒരു സാധനം ഉണ്ടല്ലോ തന്നെ, ധമാക്ക്, അതിൻ്റെ ഓണറെ ഡ്രൈവറാണ്. പുള്ളി ഇതടിച്ചിട്ട് ആ ഓണർ സാധാരണ അങ്ങനെ പെർഫ്യൂം ഒന്നും ഉപയോഗിക്കുന്ന, അങ്ങനെ ചോദിക്കുന്ന ആളൊന്നുമല്ല, ഉപയോഗിക്കലില്ല തോന്നുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഞാൻ ചോദിച്ചു പടച്ചോനെ, ഈ ധനൂബല്ല ധമാക്ക തോന്നുന്നുണ്ട്, ഇതിൻ്റെ ഓണറൊന്നും പെർഫ്യൂം യൂസ് ചെയ്യുന്നില്ല. അയാളങ്ങനെ കണ്ടിട്ടില്ല. മറ്റേതെല്ലാവരും വലിയ VIPs ഒക്കെ എന്താ എപ്പോഴും അവരുടെ കയ്യിൽ ബാഗിൽ പെർഫ്യൂമൊക്കെ ഉണ്ടാവും. പക്ഷെ പുള്ളിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അസീം ബ്രോ ആണ് ഡ്രൈവർ. അപ്പോൾ അസീം ബ്രോ, ഞാൻ ഒരു ദിവസം ദുബായി പോയ സമയത്ത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. മൂപ്പര് നല്ല മനുഷ്യനാണ്. അങ്ങനെ പുള്ളിനോട് ചോദിച്ചു ഇതിൻ്റെ ഓണർ, ഇത് ഏതാണ് പെർഫ്യൂം, നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന്. അപ്പോൾ അസീം ബ്രോ എന്ത് ചെയ്തു, അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ട് ഇത് കൊടുത്തു എന്നാണ് പറയുന്നത്. അസീം ബ്രോ പറഞ്ഞതല്ല, ഇതിൻ്റെ സെല് ചെയ്യുന്ന ടീംസിനോട് അസീം ബ്രോ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ഫസ്റ്റ് അടിച്ച സമയത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടില്ല. മറിച്ച് അതുപോലെ തന്നെ ഫസ്റ്റ് സമയത്ത് ഇതാണോ. പിന്നെ ഇതിങ്ങനെ യൂസ് ചെയ്തപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കാം, ഇതേതാണ് ബ്രോ. അപ്പോൾ എനിക്ക് തോന്നി പടച്ചോനെ സാധനം കൊള്ളാലോ. മറിച്ചും ഇതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഞാനിതൊടിച്ച് ഒരു ദിവസം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിലൊക്കെ പോയ സമയത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഡിസ്കഷനാണ്, ഇതേതാടാ പെർഫ്യൂം, ആരാ ഈ അത്തറിൽ കുളിച്ചു വന്നത്, ഭയങ്കര സ്മെല്ലാണല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ദിവസം അൽത്തായർ അടിച്ച് പോയപ്പോഴും ബാക്കിൽ നിന്ന് ഡിസ്കഷനാണ്, ഏതാ സ്മെല്ല് എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനത്തെ സ്മെല്ലാണ് ഇത്. ലൈറ്റ് സ്മെല്ലല്ല, സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആണ്. പക്ഷേ നിങ്ങൾക്കൊരു റിച്ച് ഫീൽ തരുന്നൊരു ഫ്രാഗ്രൻസ് ആണ് എസ്കലോൻ്റെ അൽഫ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ സ്വീറ്റ്നെസ് ഇല്ല. പിന്നെ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടു, മറ്റേ MFK ബക്കറ റോഷ് 540 ഒരു ഓവർഡോസ് DN ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ബക്കറ റോഷ് 540 എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഷുഗറി എക്സ്പ്ലോഷൻ, സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോഷൻ, അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസാണ്. ഭയങ്കര സ്വീറ്റാണ്. അതിനൊരു DNA എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നോട്ട്സ് സിമിലാരിറ്റി ഉണ്ടാവും. പിന്നെ കുറേ പേര് പറഞ്ഞത് ഗനമേഡ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് സെയിം ആണ്. ഇത് അവരുടെ ഓൺ ക്രിയേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നില്ല. കുറച്ച് നോട്ട്സ് വരുന്നുള്ളൂ. സാഫ്രോണ്, മെറ്റലിക്, ഊത്, പിന്നെ ഏതാണ് സാഫ്രോണും മെറ്റലിക് ആംബർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4-5 നോട്ട്സ് വരുന്നുള്ളൂ. ആംബ്രോക്സിൻ 4-5 നോട്ട്സ് വരുന്നുള്ളൂ. എന്നിരുന്നാലും ഊതും സാഫ്രോണും ഏതൊക്കെ നോട്ട്സ് ഫ്രാഗ്രൻസിൽ വരുന്നോ അതിൻ്റെ ഡ്രൈഡോണ് ഇതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെയിം അല്ല. അതുപോലെ മെറ്റലിക്കും സാഫ്രോണും എവിടെ വരുന്നു, അപ്പോൾ ഇതിൻ്റെ ഒരു DNA കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ആംബറും മെറ്റലിക്കും എവിടെ വരുന്നു, ഇതിൻ്റെ DNA കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതിൻ്റെ ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യുന്നത്. ചില നോട്ട്സൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇന്ന ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ DNA അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഫീൽ ചെയ്തേക്കാം. ഇത് അവരുടെ ഒരു ഓൺ ക്രിയേഷനാണ്.
ഓക്കെ, ഇത് അവരുടെ ഒരു ലേഡിയാണ് ഇതിൻ്റെ പിന്നാലുള്ളത്. ഒരു വിമൻ ആണ് ഈ ഒരു ഫ്രാഗ്രൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, അവരുടെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എസ്കാലോ എന്ന് അടിച്ചാൽ മതി. അവർക്ക് മെസ്സേജ് അയക്കുക. എനിക്ക് തോന്നുന്നു ഓൾ ഓവർ GCCയിലേക്ക് ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നന്നായിട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് എസ്കാലോൻ്റെ അൽഫ്. അപ്പോൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ പുതിയൊരു റിസർച്ചിങ്ങിലാണ്. ഈ അൽഫും പല ഫ്രാഗ്രൻസ് ആയിട്ട് ലെയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സക്സസ് ആയിട്ടുള്ള ലെയറിങ് കോംബോ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൊജക്ഷനൊക്കെ ഫസ്റ്റത്തെ 2 മണിക്കൂർ ഒരു 3-4 ഫീറ്റിൽ നന്നായിട്ട് പ്രൊജക്ഷനാണ്. നിങ്ങളിത് അടിച്ച് ഒരു റൂമിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് ആ റൂമിൽ 2 സെക്കൻഡ് എന്നാൽ മതി, ആ റൂം ഫുള്ള് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആയിരിക്കും. കാരണം ഇതിൽ റിച്ച് ആയിട്ടുള്ള ആംബ്രോക്സിൻ വരുന്നുണ്ട്, മെറ്റലിക്, സാഫ്രോണ്, ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു എക്സ്പ്ലോഷൻ, ന്യൂക്ലിയർ ബോംബ് പൊട്ടിയാൽ ഭയങ്കര എക്സ്പ്ലോഷൻ ആയിരിക്കും. അതാണ് ഇതിന് പ്രൊജക്ഷൻ ബീസ്റ്റ് എന്നൊക്കെ അറിയപ്പെടാൻ കാരണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊജക്ഷൻ നിങ്ങളിങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂ ഉണ്ടാവും. പിന്നെ അത് കുറഞ്ഞ 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഗംഭീര പ്രൊജക്ഷൻ ആയിരിക്കും. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡ്രൈഡ് ഓൺ, ഇതിൽ സ്മെല്ലൊന്നും അങ്ങനെ വല്ലാതെ മാറുന്നില്ല. അൽഫ് എങ്ങനെ അടിച്ചു അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴും കയ്യിലുണ്ടാവും. സ്മെല്ല് അങ്ങനെ ഫസ്റ്റ് ബേസ് നോട്ട് അങ്ങനെ ഒന്നും മാറിപ്പോകുന്നില്ല, കാരണം നോട്ട്സ് കുറച്ചുള്ളൂ. അങ്ങനെ തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ ഔട്ടായിട്ട് ആ ഫ്രാഗ്രൻസ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര പ്രൊജക്ഷൻ ഉണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ പ്രൊജക്ഷൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ്. ഞാൻ എൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ബോഡി കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടേസ്റ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയേക്കാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഇനി ഏതൊക്കെ പെർഫ്യൂം റിവ്യൂ കംപ്ലീറ്റ് വേണമെന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.